തുടർന്നുള്ള സമയം വചനശുശ്രൂഷയ്ക്കായും ദൈവവചനം കേൾക്കുന്നതിനുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയല്ലേ? എനിക്ക് ഈ നിലയിൽ ഒരു അവസരം ലഭിച്ച് നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തെങ്കിൽ കടന്നു വരുവാനിടയായത് ഒരു വലിയ ഭാഗ്യമായി കരുതുകയും അതിൽ കർത്താവിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം കർത്താവിനോടുള്ള എൻ്റെ നന്ദി ഞാൻ ദൈവജനത്തിന് മുൻപാകെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. And I'm very thankful to the Lord, and I'm very happy in the presence of the Lord to be together with all of you this evening. And indeed, though we don't have the opportunity to come together in the real situations, we have these virtual meetings, and that's what it's happening in most of the parts of the country. And the Lord has enabled us to have it even this evening. And I thank the Lord for this provision. ലോകത്തിലെ പല സ്ഥലങ്ങളിലും നമുക്ക് യഥാർത്ഥത്തിൽ കൂടി വരുവാൻ സാധിക്കുന്നില്ല. എന്നാൽ നാം ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. ഈ നിലയിൽ നമുക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ, അതുപോലെ ഞാൻ അറിയുന്നത് പോലെയും എന്നെ പരിചയമുള്ള ചില പ്രിയപ്പെട്ടവര് ഈ കർമ്മേൽ സഭയിൽ ഉണ്ട് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 5 വർഷത്തോളമായി ഞാൻ ഒരു പ്രാവശ്യം അവിടെ വന്നിരുന്നു. അവിടെയുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കർത്താവിലുള്ള സന്തോഷം അനുഭവിക്കുവാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ശുശ്രൂഷയിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എന്നും എനിക്കറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും ആദരവും, കർത്താവിന്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിലുള്ള സന്തോഷവും കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. As it has been told that I have been there in that place for maybe 4 or 5 years back, and I still cherish the memories of being together with the Carmel Assembly, with the church, and also the time of sharing from God's word. And I appreciate the servants of God who are laboring in the vineyard of the Lord. And I wish and pray that the Lord would abundantly use you for the extension of his kingdom. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സഭയെയും അവിടെയുള്ള ദൈവജനത്തെയും അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെയും ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ അവസരം എനിക്ക് പ്രത്യേകമായി ക്രമീകരിച്ചു തന്ന ഈ സഭയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാരോടും സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ നാമത്തിലുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. I express my heartfelt thanks to the beloved ones, the responsible men, and the leadership, the oversight who have provided me this time to have the meeting together and to share from God's word. And I'm also thankful to my brother Saji and family who have contacted me and have made these arrangements, and hope he has made it possible that we could be together this evening, and I express my thanks to him and his family also. And അവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. Some of our relatives and also brothers and sisters are here, and I appreciate and thank the Lord for this opportunity. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ സഹോദരന്മാരും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമായവരുണ്ട്. അതുകൂടാതെ സഭയിലുള്ള സഹോദരന്മാർ പലരും ഇതിൽ സംബന്ധിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹവും ആദരവും കർത്താവിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. നാം അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ പാടുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തല്ലോ. അത് സ്വർഗത്തിന് പ്രസാദകരമായ കാര്യമായി നാം മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായ ദിവസങ്ങളിൽ നാം ചോദിക്കുന്ന കാര്യങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. May heaven be merciful upon us, that he would answer our prayers for the prayers that we have offered. I'm sure that our God will perform great things to our lives, and we'll be able to see the miraculous hand of the Lord leading us in the days ahead. And this evening I wish and pray that the time that we spend together will be meaningful and profitable for God's people. നാം ഒരുമിച്ച് ചെലവഴിക്കുന്ന ഈ സന്ദർഭം ദൈവത്തിന്റെ ജനത്തിനും ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആ നിലയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Without much introduction,
If I make a statement to say that we are living in a very terrible world, I'm sure that none of you will disagree with me. In fact, all of you will agree with me. ഞാൻ വലിയ സമയമൊന്നും എടുക്കാതെ നാം വളരെയേറെ ഭീതി നിറഞ്ഞ ഭയാനകമായ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനോട് ആരും വിയോജിക്കുകയില്ല എന്ന് എനിക്കറിയാം. മാത്രമല്ല, ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടെ നിങ്ങൾ അതിനോട് യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവവിശേഷങ്ങൾ, സംഭവ വികാസങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. There is nothing parallel to the things that is happening today as of the history that we have. And we haven't seen such a sort of things and have not even heard or have not experienced. And such a type of troublesome events are happening throughout the world. നാം ജീവിതത്തിൽ ഒരുപക്ഷെ നനച്ചിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും ഒരുപക്ഷെ നമ്മൾ വിഭാവനം ചെയ്തിട്ട് പോലും ഇല്ലാത്ത സമ്മിശ്രങ്ങളായ ജീവിത പ്രയാസങ്ങളുടെ നടുവിൽ കൂടിയാണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വൈതരണികളുടെയും പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിൽ നാം കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ നാം അനുഭവിക്കുന്ന, ഞാനിപ്പോൾ പറയുന്നത് നാം അനുഭവിക്കുന്നതായ ഈ മാരകമായ രോഗത്തിന്റെ ഭീതിയാണ്. അങ്ങനെയുള്ള ഒരു പ്രയാസം നമ്മുടെ വൈതരണികൾ നമ്മുടെ ചുറ്റുപാടും ഉള്ളപ്പോൾ തന്നെ അനേകവിധമാകുന്ന വ്യക്തിപരമായ പ്രയാസങ്ങളും നമ്മുടെ ജീവിതങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. We have tremendous pressure through the pandemic that we are going through, and that gives us a lot of tension and problems and difficulties. Apart from all those things, we have our own personal problems. That gives us tremendous pressure on our lives. It is the same with each and every one of us. It's even same with me. It doesn't make any difference. നമുക്കാർക്കും ഒരു വ്യത്യാസമില്ലാതെ ഈ ലോകം മുഴുവൻ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായ അനേക വൈതരണികളും പ്രയാസങ്ങളും വൈഷമ്യങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രോഗത്തിന്റെ പ്രയാസം പ്രാർത്ഥിച്ചിട്ട് അതിന് നാളുകളായി നമുക്ക് ലഭിക്കാത്ത ഉത്തരം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായ വൈതരണികൾ, ഭാവിയെ കുറിച്ചുള്ള പേടി, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിചാരം, ജീവിതഭാരം, ജീവിതത്തിൽ അനുദിനം അനുഭവിക്കുന്നതായ അനേകവിധമാകുന്ന പ്രയാസങ്ങൾ നമ്മളെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. There is no one in the world who does not have a problem. As of the common problem and also the personal problems, that gives tremendous pressure on our lives and it puts us in difficult situations. In such a kind of a situation, in such a juncture, I would love to share a few thoughts with you which have given me so much of an encouragement even when I was passing through the troubles and personal problems in life. ജീവിതത്തിൽ ഇങ്ങനെയുള്ള വലിയ വൈതരണികൾ നാം അനുഭവിക്കുന്നതോടൊപ്പം നമ്മളുടെ അനുദിന ജീവിത ഭാരങ്ങളുടെ നടുവിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ അനുദിനം ബലപ്പെടുത്തുന്നതും നിലനിർത്തുന്നതുമായ, എന്നെ വ്യക്തിപരമായി നിലനിർത്തിയതായ ശക്തീകരിച്ചതായ ചില ചിന്തകൾ ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. The one thought that has come to my mind when I was passing through the troubles of life, or probably even evaluating things what is happening in our neighborhoods, the thought that has come to my mind is a very strong thought that is from Psalm 24 verse 1 and 2. ഈ ദിവസങ്ങളിൽ ഈ മാരകമായ പ്രയാസങ്ങളെല്ലാം ലോകത്ത് നടക്കുമ്പോൾ, വ്യക്തിപരമായി ഞാനും നിങ്ങളുമൊക്കെ സമ്മിശ്രങ്ങളായ പ്രയാസങ്ങളുടെ നടുവിലൊക്കെ കടന്നു പോകുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചതായ വളരെ ശക്തമായ ഒരു ചിന്ത എന്നുള്ളത് 24-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളാണ്. I would love to read that verse, Psalm 24 verse 1 and 2. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. ഈ കാലഘട്ടങ്ങളിൽ നാം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ഹൃദയത്തെ വളരെയേറെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം എന്നുള്ളത് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നല്ല. അവിടെ നിന്നല്ല ഞാൻ എന്റെ ചിന്തകൾ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതും. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുന്നതെങ്കിലും ഈ സങ്കീർത്തനത്തിൽ നിന്നല്ല എന്റെ ആശയം നിങ്ങളുടെ മുൻപാകെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ ആരംഭിക്കുകയാണ്.
my thought is not from Psalm 24. It's a very significant psalm. It talks about the glory of our Lord. And it's very much been connected to Psalm 23 and Psalm 22. And it's a very profound psalm that talks about the greatness of our Lord. But the key thought that has come to my mind is, the earth is the Lord's, and in its fullness is belonging to the Lord. And all the dwellers of the earth, all the inhabitants of the earth are of the Lord's. ഭൂമി കർത്താവിൻ്റെതാണ്, അതിന്റെ സകല പൂർണ്ണതയും കർത്താവിൻ്റെതാണ്, അതിൽ പാർക്കുന്നവരെല്ലാം കർത്താവിൻ്റെതാണ്. നാം ഒരു പക്ഷേ ജീവിക്കുന്ന ഈ ഭൂമിയിൽ സമ്മിശ്രങ്ങളായ പ്രയാസങ്ങൾ നമുക്കുണ്ട്. എങ്കിലും എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം, ഈ ഭൂമി എന്ന് പറയുന്നത് കർത്താവിൻ്റെതാണ്. ഈ ഭൂമിയിൽ വസിക്കുന്നവരായ ഞാനും നിങ്ങളും എന്ന് പറയുന്നത് കർത്താവിൻ്റെതാണ്. ഇതിന്റെ അവകാശി, ഉത്തരവാദി, ഞാനും നിങ്ങളും ജീവിക്കുന്ന നിവസിക്കുന്ന ഈ മണ്ഡലത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് സ്വർഗത്തിലെ നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെതാണ് ഈ ഭൂമി. കർത്താവാണ് ഈ ഭൂമിയുടെ അധികാരി, ഉടമ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Our Lord is the owner of the universe, and you and me are under him. That is what this verse is saying. പിന്നെ നാം മുമ്പോട്ട് വരുമ്പോൾ ഈ സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൾ ഈ ഭൂമിയെ കുറിച്ച് നാം വായിക്കുമ്പോൾ 135 സങ്കീർത്തനത്തിന്റെ 6 വാക്യവും 115 സങ്കീർത്തനത്തിന്റെ 3 വാക്യവും Psalm 135 verse 6 and Psalm 115 verse 3 tells that the Lord does whatever pleases him in the earth and in the sea and in the depths of the earth. ഈ ഭൂമിയിലും സമുദ്രത്തിലും ഈ ഭൂമിയിലുള്ള എല്ലാ ഭാഗത്തിലും ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ദൈവം ചെയ്യുന്നു. What does it mean that the Lord is the sovereign God of the universe? ഈ ഭൂമി, ഞാനും നിങ്ങളും നിവസിക്കുന്ന ഈ ഭൂമിയുടെ പരമാധികാരി എന്നുള്ളത് ദൈവമാണ്. He is not a partner here. ദൈവം ഇവിടെ ഒരു പങ്കുവെക്കലുകാരനല്ല. ആരുമായിട്ട് എന്തെങ്കിലും ഒരു അവകാശം പങ്കുവെക്കുന്ന ഒരുവനല്ല ദൈവം. പിന്നെയോ അവൻ പരമാധികാരിയായ ദൈവമാണ്. ദൈവം ആരുടെയെങ്കിലും ഒരു സഹായം വാങ്ങിച്ച് ഓടിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഈ ഭൂമി. ഞാനും നിങ്ങളും ജീവിക്കുന്ന, അല്ലെങ്കിൽ ഞാനും നിങ്ങളും എന്നുള്ളത് ദൈവം ആരുമെങ്കിലും പങ്കുവെച്ചിട്ട് ആരുടെയെങ്കിലും സഹായത്തോടെ ഓടിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. പിന്നെയോ സ്വർഗത്തിലെ ദൈവം അവിടെ പരമാധികാരിയായ ദൈവമാണ് എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. മാത്രമല്ല, ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വന്നാൽ, since there is not much of a time, I'm not going to read those verses. You can note that verse and read Habakkuk chapter 2 verse 20, where it says that the Lord is seated on the throne and every dweller of the earth be silent. ആർക്കും ഒന്നും പറയുവാൻ ആവശ്യമില്ല. അവൻ പരമാധികാരിയായി ഈ ഭൂമിയുടെ ചക്രം നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണവൻ. He is the king. He is the Lord. He is the one who controls the world. And also it tells that the Lord has given this earth to man. സ്വർഗം ദൈവത്തിന്റെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. That is what we read in Psalm 115 verse 3. There we see ദൈവം മനുഷ്യന് വേണ്ടി ഭൂമിയെ നൽകിയിരിക്കുകയാണ്. ഈ ഭൂമി എന്നുള്ളത് കർത്താവിൻ്റെതാണ്. ഈ കർത്താവ് അത് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദാനം നൽകിയിരിക്കുന്നതാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ് ഈ ഭൂമി. അല്ലെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു എന്നുള്ളത് ദൈവം എനിക്കും നിങ്ങൾക്കും അവകാശമായി തന്ന ഭൂമിയാണ്. ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആക്ട്സ് ചാപ്റ്റർ 17 verse 26. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഈ സാഹചര്യത്തിൽ ഒന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Shall we read Acts chapter 17 verse 26? I would love to read that verse. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഒന്ന് വായിക്കുവാൻ ഞാൻ വളരെയേറെ താല്പര്യപ്പെടുന്നു. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. വളരെ വ്യക്തമായിട്ട് വായിക്കേണ്ട ഒരു വാക്യമാണ് അവിടെ. ഒരുത്തനിൽ നിന്ന് ഭൂമിയിലെല്ലാം കുടിയിരിക്കുവാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് രണ്ടാമതവിടെ പറയുന്നത് കേട്ടോ, അവരുടെ നിവാസത്തിനായി അതിരും കാലവും അവൻ നിയോഗിച്ചു. I am sure that people and members of this group who are listening to me are from various parts of the world. There are people who are from the far different regions and also near regions where I stay, and there are people from different places gathering together.
And we may probably think that, we are accidentally been here. But what is this word says? No. If you are elsewhere in Saudi Arabia, or elsewhere in Kerala, or elsewhere in Bangalore, or anywhere else, it is not that accidentally happened. It is happened intentionally. The Lord has made a boundary, and also He has made time for you and me to occupy the earth. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ച്, ദൈവത്തിന്റെ ഭൂമി എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തന്നു. എന്നിട്ട് അവിടെ പറയുന്ന വാക്ക് കേട്ടോ, അതിലെല്ലാം കുടിയിരിക്കുവാൻ ദൈവം നിങ്ങളെ ആക്കിയപ്പോൾ എപ്പോൾ നീ അവിടെ കുടിയിരിക്കണം? കാലം. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജനിക്കണമെന്നും എവിടെ നീ പാർക്കണമെന്നുള്ളതും അവൻ നിയോഗിച്ചതാ. ആരും ആരുടെയും ചോയ്സ് കൊണ്ടല്ല, ആരും ആരുടെയും തീർച്ച കൊണ്ടല്ല, ആരും ആരുടെയും തീരുമാനം കൊണ്ടല്ല ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനത്തായിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ജനിക്കുമെന്നും ഈ ഭവനത്തിൽ താമസിക്കുമെന്നും ഇവിടെ ഞാനും നിങ്ങളും ഇങ്ങനെ ആയിരിക്കുമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം നിയോഗിച്ചതാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ദൈവമാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ പാർക്കുന്നത്. ഇത് എന്റെയും നിങ്ങളുടെയും ചോയ്സ് കൊണ്ടല്ല, പിന്നെയോ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയോഗം കൊണ്ടാണ്. It is not because of the choice, it is because of the appointment of God that you and me are being born at this period of the time and also been settled in the place where you and me are settled now. Is it not a comforting word? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വാക്കല്ലേ? ഇന്ന് ഞാനും നിങ്ങളും പാർക്കുന്ന സ്ഥലങ്ങളിൽ ഈ പാർക്കുന്നതിന്റെ കാരണഭൂതൻ ദൈവമാണ്. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കപ്പെട്ടതെന്നുള്ളത് അതിന്റെ കാരണഭൂതൻ ദൈവമാണ്. അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? ഈ മനോഹരമായ ഭൂമിയിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരായിട്ട്, ദൈവത്താൽ നിയമിക്കപ്പെട്ടവരായിട്ട് ഈ ഭൂമിയിൽ പാർക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഭയാനകമായ വികൃതികൾ ഈ ഭൂമിയിലുണ്ട്. പാപം എന്നുള്ള മഹാനകമായ പ്രയാസം ഈ ഭൂമിയിലുണ്ട്. ദൈവം പാവനസുന്ദരമായി സൃഷ്ടിച്ച മനോഹരമായ ഭൂമി പാപത്താൽ നിബിഡമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Earth is a beautiful creation and it was very, very beautiful. And it was the better place where God wanted man to enjoy heaven on earth. But in the temporal program of God, in fact, in the eternal program of God, God has made man to be temporarily be here in the temporal time of man. And when he is here in the earth, he should enjoy the extension of heaven. That was God's choice. മനോഹരമായ ഭൂമിയിൽ ഞാനും നിങ്ങളും താൽക്കാലികമായ ദൈവത്തിന്റെ പദ്ധതിയാകുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ സ്വർഗം അനുഭവിക്കുവാനും വേണ്ടി ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമി പാപത്താൽ നിബിഡമായി, അത് വികൃതമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ വികൃതമായ ഈ ഭൂമിയെ ദൈവം ചുമ്മാതെ കൈവിട്ടിട്ടില്ല. God has not just left it as it is. God has made a program for it. God has a plan for it. And God has something that is very definite for this world, which we read in Habakkuk chapter 2 verse 14. ഈ മനോഹരമായ ഭൂമി, മനോഹരമായ നമുക്ക് വേണ്ടി ജീവിക്കാൻ തന്ന ഈ ഭൂമി പാപത്താൽ നിബിഡമായി വികൃതമായി തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും കാണുന്ന ഈ മാരകമായ രോഗവും വ്യക്തിപരമായ ജീവിത പ്രയാസങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നത്. It's because of the sin that we have the pandemic, we have the personal problems, we have the struggles, we have the sickness, we have the financial crisis, we have the uncertainty and anxiety for the future. All those sort of things are happening. It's because of the sin that is very relevant and very readily been here on this earth. ഈ ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്ന പാപം നിമിത്തമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്നത്. എന്നാൽ ഈ പാപത്തിൽ നിമിടമായ ഭൂമിയെ ദൈവം ചുമ്മാതെ അങ്ങ് വിട്ടിരിക്കുകയല്ല. ദൈവത്തിന് ഇതിനോട് വലിയൊരു പദ്ധതിയുണ്ട്. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വളരെ മനോഹരമായി ഈ ഭൂമിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു പ്രവചനം അവിടെ നാം കാണുന്നുണ്ട്. ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ. He uses a merism over there to say that the sea is full of water. You cannot measure, and it is called the sea because of the abundance of water.
Similarly, the earth will have the glory of God filling this earth. And it is talking about the glorious day that is going to come, where our Lord is going to be literally been seated on the throne, and he is going to fill the earth with the glory of the Lord. That's what Psalm 24 is talking about. ദൈവപുത്രനായ കർത്താവായ യേശു ഈ പാപനിമിടമായ ഭൂമിയെ ദൈവത്തിന്റെ മഹത്വപൂർണമാക്കി മനോഹരമാക്കുന്ന ഒരു മനോഹര ദിവസം വരാൻ പോകുന്നു. നമ്മുടെ കർത്താവായ യേശു തന്റെ സിംഹാസനം വെച്ച് തന്റെ മണവാട്ടിയായ സഭയോടുകൂടെ ഈ ഭൂമിയെ ഭരണം ചെയ്യുന്ന മനോഹരമായ ഒരു ദിവസം വരാൻ പോവുകയാണ്. മനോഹരമായ ഒരു ഭാവി ഈ ഭൂമിയോടുള്ള ബന്ധത്തിലുണ്ട്. Psalm 73 verse 1, and that is actually the introduction that is given. That it says that God is good. Surely God is good. Repeatedly says God is good, and says God is good to the ones who are pure in heart. ഹൃദയപരമാർത്ഥികൾക്ക് യഹോവ നല്ലവനാണ്. അവൻ നല്ലവൻ തന്നെ. തീർത്തും പറയുകയാണ് അവൻ നല്ലവൻ എന്ന് വേണം ആ വാക്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഞാൻ തീർത്തു പറയാ യഹോവ നല്ലവൻ. സങ്കീർത്തനക്കാരനായ ആസാഫാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ഈ സങ്കീർത്തനം നമുക്കറിയാമല്ലോ. ആസാഫ് എന്ന് പറഞ്ഞാൽ he was a Levite. He was recruited as one of the musicians at the time when David was ministering, and he was in the temple court ministering and singing, and he was probably he could be the worship leader of that team that David has made. ആസാഫ് എന്ന സങ്കീർത്തനക്കാരനാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദാവീദിന്റെ കൊട്ടാരത്തിൽ ദാവീദ് ദൈവത്തിന് പാടുന്നതിന് വേണ്ടി സംഗീതജ്ഞന്മാരെ അല്ലെങ്കിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നവരെ ദാവീദ് നിയോഗിച്ചപ്പോൾ അതിൽ പ്രമുഖനായ ഒരു വ്യക്തി തന്നെയാണ് ആസാഫ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലേവ്യ ഗോത്രത്തിൽ കർത്താവിന് പാടുന്ന ഒരു വ്യക്തിയാണ് ഈ ആസാഫ്. അവൻ ഏതാണ്ട് 11 സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 50-ാം സങ്കീർത്തനവും 73 മുതൽ 83 വരെയുള്ള സങ്കീർത്തനവും ഏതാണ്ട് 12 സങ്കീർത്തനങ്ങൾ ആസാഫ് എഴുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏതാണ്ട് ദാവീദിന്റെ കാലഘട്ടത്തിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവഭക്തനായി ജീവിച്ച ഒരു വ്യക്തിയാണ് ആസാഫ് എന്ന് നമുക്കറിയാം. എന്നാൽ 73-ാം സങ്കീർത്തനം ആസാഫിന്റെ മറ്റെല്ലാ സങ്കീർത്തനങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരു സങ്കീർത്തനമാണ്. He probably must have written 12 psalms, including Psalm 50 and 73 to 83. And he was probably a contemporary of David, and he was a godly man. And we see Psalm number 73 is a quite different psalm. It's not like the psalm that we see as the same psalm of Asaph. It's a very interesting psalm. ആ സങ്കീർത്തനം വളരെ മനോഹരമായ നമ്മുടെ ചിന്തയെ ആകർഷിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. 73-ാം സങ്കീർത്തനം it deals with an age-old question that the believers face in life. വിശ്വാസികൾ എല്ലാ കാലഘട്ടത്തിലും നേരിടുന്നതായ ഒരു വലിയ പ്രയാസത്തെ കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ വരുമ്പോൾ അവന്റെ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുകയാണ്. എന്താണ് വിശ്വാസ പ്രമാണം? യഹോവ നല്ലവൻ, അവൻ എല്ലാവർക്കും നല്ലവൻ, അവൻ ഹൃദയപരമാർത്ഥികൾക്ക് അവൻ നല്ലവൻ തന്നെ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്, അവൻ നല്ലവൻ തന്നെ എന്ന് ആവർത്തിച്ച് ഈ സങ്കീർത്തനകാരൻ പ്രഖ്യാപിക്കുകയാണ്. He without doubt he tells that God is good. But you see verse 2, രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിക്കുക. Verse 2 and 3 says, I slipped my foot. എന്റെ കാലിടറിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വഴുവഴുപ്പിൽ തന്നെ വീണു. എന്റെ വിശ്വാസത്തിൽ ഞാൻ തകർന്നുപോയി, വിശ്വാസത്തിൽ ഞാൻ പരാജയപ്പെട്ടു, വിശ്വാസത്തിൽ എനിക്ക് വലിയൊരു ക്ഷീണം സംഭവിച്ചു. ഈ വലിയവനായ ഒരു ആത്മീകനായ മനുഷ്യൻ ദൈവം നല്ലവനാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പറയുകയാണ്, എനിക്കൊരു വലിയൊരു ഇടർച്ച സംഭവിച്ചു. എന്തുകൊണ്ടാ? ദൈവം നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ ഞാൻ കാണുന്നതായ സാഹചര്യം, പശ്ചാത്തലം എന്നെ വളരെയേറെ ബാധിക്കുന്നു, എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്നു, എന്നെ വളരെയേറെ പ്രയാസപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ വിശ്വാസവുമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. എന്റെ വിശ്വാസ പ്രമാണവുമായിട്ട് എന്റെ സാഹചര്യങ്ങൾ യോജിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇടറിയിരിക്കുകയാണ്. The problem that Asaph faced is his theology. He states in verse 1, and he says from verse 2 to the following till verse 15, he says that
My theology that I stated is the faith system that I have, but I have a trouble, I have a problem, I have a difficulty because the circumstances does not tally to the faith statement that I have made. It does not agree to the theology that I have made. എന്റെ വിശ്വാസ പ്രമാണത്തോട്, എന്റെ വിശ്വാസത്തോട് എന്റെ സാഹചര്യം യോജിക്കുന്നില്ല. ഏതാണ്ട് ഈ ഒരു പ്രശ്നം ഇന്ന് വരെ ജീവിച്ചിട്ടുള്ള എല്ലാ ദൈവഭക്തന്മാരുടെയും ഞാനും നിങ്ങളും ഒക്കെ നേരിടുന്ന ഒരു പ്രയാസമാണ്. എന്റെ ദൈവം നല്ലവനാണ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണ്, എന്റെ ദൈവം എന്റെ ദൈവമാണ് എന്ന് നാം വിശ്വസിക്കുകയും അത് നാം ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നേരിടുന്നതായ വൈതരണികൾ, പ്രയാസങ്ങൾ, നേരിടുന്നതായ ബുദ്ധിമുട്ടുകളെ കണ്ടിട്ട് പലപ്പോഴും നമ്മുടെ കാലുകൾ ഇടറിയിട്ടുണ്ട്. ഞാനും നിങ്ങളും സംശയിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും അല്പമെങ്കിലും ദൈവത്തെ അല്പമെങ്കിലും സംശയിക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ സംശയിക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. This is a common thing that happens to every believer's life. Maybe even if you are a giant of faith, you must have come to a point of doubt in God. And we read about a man who is Elijah, and it is mentioned in the book of James that he was a man whose character is just like ours. നമുക്ക് സമസ്വഭാവക്കാരനായിരുന്നു എലൈജ എന്ന്, ഏലിയാവെന്ന് യാക്കോബിന്റെ ലേഖനം പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ യാക്കോബിനെ കുറിച്ച്, ആ ഏലിയാവിനെ കുറിച്ച് അറിയാം. മനോഹരമായ കർമ്മലിന്റെ ജീവിതാനുഭവം ഉണ്ടായിരുന്ന, സ്വർഗത്തിൽ നിന്ന് തീയിറക്കത്തക്ക രീതിയിൽ ആത്മീകനായി ഭക്തനായി ജീവിച്ച ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഏലിയാവ് ഈ ആസാഫ് നേരിട്ടതായ അതേ പ്രയാസത്തിന്റെ നടുവിലെത്തി. അവൻ അന്ന് ദൈവത്തോട് പറഞ്ഞത് എന്താ? ദൈവമേ, മതി മതി, കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടാട്ടെ, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്താൽ മതി, എനിക്കിനി ഒരു ദിവസം പോലും ജീവിക്കണ്ട, എനിക്കിനി ഒന്നും വിശ്വസിക്കുവാൻ കഴിയുകയില്ല എന്ന് ഏലിയാവ് തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Elijah has come to a point where he said, Lord, enough is enough. I don't want to go any longer. I cannot trust this faith. I cannot hold any longer. My theology I cannot hold any longer. The giant of faith Elijah has failed, and he was just like a man who was like us. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ 100 വട്ടം നേരിട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ, ദൈവമേ, എന്തുകൊണ്ട് എനിക്കിതിങ്ങനെ? നീ നല്ലവനെന്ന് എനിക്കറിയാം, ഞാൻ എങ്ങനെ ഇതിന്റെ പ്രശ്നത്തിൽ വന്നിരിക്കുന്നു? ദൈവമേ, എന്തുകൊണ്ട് സഭാഗോളുകൾ പൂടിക്കിടക്കുന്നു? എന്തുകൊണ്ട് ദൈവജനം വൈതരണിയിലായിരിക്കുന്നു? അനേക ദൈവജനം പ്രാർത്ഥിക്കുന്നല്ലോ, ദൈവമേ, എന്തുകൊണ്ട് ഉത്തരമില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം ഒരുപക്ഷെ ഇന്ന് ഞാനും നിങ്ങളും ചോദിച്ചുകൊണ്ടായിരിക്കാം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. Probably you may have, or I may have that thought right in my heart when I speak, or probably you listen, that Lord, why this? Why are you not attending? Why are you delaying? That's a question maybe actively be there on our mouths. Even psalmist is saying, Lord, why are you abandoning us? Why are you silent? എന്തുകൊണ്ട് ദൈവമേ നീ താമസിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ, യഹോവ ഭക്തന്മാർ ചോദിക്കുന്നതായിട്ട് നാം കാണും. ആസഫ് also went into the same situation. 15-ാം വാക്യം വരെ ആസാഫ് ഇങ്ങനെ തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് വിവരിക്കുക. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ അങ്ങ് അവസാനിപ്പിക്കട്ടെ. എന്നിട്ട് 15-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, we see the real fact of what he has done in verse 16, where he says, ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. When I thought of investigating and searching and knowing about what is happening, why is it? The real issue over there is the ungodly is prospering, the wicked is prospering, and the wickedness is growing, and God being righteous, being silent here. And I cannot agree to what is happening here. The evil is happening, the evil is dominating, the evil is ruling. And I cannot understand why God is silent. ഇവിടെ തിന്മ വളരുന്നു, ദുഷ്ടത വർദ്ധിക്കുന്നു, ഇവിടെ അഹങ്കാരികളും ധാർഷ്ട്യക്കാരും വളർന്നുകൊണ്ടിരിക്കുന്നു, ദൈവം നിശബ്ദനായിരിക്കുന്നു, എനിക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. എന്നിട്ട് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, അതിന്റെ അർത്ഥം ഒന്ന് അറിയണമെന്ന് വെച്ച് ഈ പാട്ടുകാരൻ പറയുക, ഇതിന്റെ അർത്ഥം ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നോക്കി. It was an utter failure. My research, my investigation did not yield any result. I couldn't understand.
I came to a place of utter failure that I couldn't understand. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഒരുങ്ങിയാൽ ഞാനും നിങ്ങളും ഏറ്റവും അങ്ങേ അറ്റത്തെത്തിയിട്ട് ഒരു ഉത്തരവും പറയാൻ കഴിയാതെ വരും. പിന്നെയോ നമ്മുടെ വായിൽ നിന്ന് സംശയത്തിന്റെ വാക്കുകൾ മാത്രമേ പുറത്തു വരികയുള്ളൂ. യു സീ ദ നെക്സ്റ്റ് വേഴ്സ്. 17-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ചെയ്തത് എന്താണെന്ന് എഴുതിയിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ 17-ാം വാക്യത്തിൽ പറയുക, ഞാൻ ഇതിനെ കുറിച്ചെല്ലാം വിചിന്തനം ചെയ്ത് പഠിച്ച് ഇതിനെ കുറിച്ചെല്ലാം ഉത്തരം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഞാൻ പരാജിതനായി. ഞാൻ നേരിടുന്ന വൈതരണികളെ കുറിച്ച് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. എന്നാൽ ഞാൻ എന്ത് ചെയ്തു? 17-ാം വാക്യം, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. The singer is saying that I have went to the temple of God. And when I went to the temple of God, I heard and I got the reply, I got the answer to the question that I have. ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ഞാൻ ഇത്രയും നാള് കൊട്ടക്കണക്കിന് ചുവന്നുകൊണ്ട് നടന്നിരുന്ന എന്റെ ചോദ്യങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാ ദൈവമേ ഇങ്ങനെ? എന്തുകൊണ്ടാ ഈ പ്രശ്നം? എന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെയായിരിക്കുന്നത്? എന്തുകൊണ്ടാ നീ നല്ലവനായിട്ട് നീ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന കൊട്ട പോലെയുള്ള ചോദ്യവും ചുമന്നുകൊണ്ട് നടന്ന ആസാഫ് എന്ന പാട്ടുകാരൻ പറയുകയാണ്, ആ ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടാതെ ഞാൻ വഴുതി നടന്ന എന്റെ ചോദ്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ അതും ചുമന്നുകൊണ്ട് ദൈവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ ചെല്ലുമ്പോ എന്തോ അവര് കേൾക്കുന്നത്? ദേവാലയത്തിൽ അനേക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു പരമപ്രധാനമായ ഒരു കാര്യം, യെരൂശലേം ദേവാലയത്തിൽ അവർ വരുമ്പോൾ അവിടെ ലേവ്യ ഗോത്രക്കാരായ ഒരു സംഘം പാട്ടുകാർ അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് അവിടെ ചെന്നാലും മനോഹരമായ പാട്ട് അവിടെ തുടർമാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. യാഗം നടക്കുമ്പോൾ, അവിടെ വിശുദ്ധ അപ്പം അവിടെ ക്രമീകരിക്കുമ്പോൾ, അവിടെ അണയാത്ത അഗ്നി അവിടെ ഉണ്ടായിരിക്കുമ്പോൾ അവിടെ തീരാത്തതായ ഒരു പാട്ടും അവിടെ നടക്കുന്നുണ്ട്. ഇസ്രായേല്യരായ ലേവ്യ ഗോത്രക്കാരായ പാട്ടുകാരായ ദൈവദാസന്മാർ, പുരോഹിതന്മാർ അവിടെ നിന്ന് വളരെ വാചാലമായി മനോഹരമായി വളരെ ഉന്നതമായ ശ്രേണികളിൽ തന്നെ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. ആസാഫ് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ആസാഫ് കേൾക്കുന്ന എന്താ? ഈ മനോഹരമായ പാട്ട്. ആ പാട്ടിനകത്ത് എന്തുണ്ട്? ഇതിന്റെ ഉത്തരമുണ്ട്. ആസാഫിന് ചുമന്നുകൊണ്ട് നടന്ന പ്രശ്നത്തിന്റെ ഉത്തരം ആ ദേവാലയത്തിലുണ്ട്. ഈ ദേവാലയം എന്തിനാ പ്രതിദാനം ചെയ്യുന്നത്? നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യത്തെ. പ്രിയപ്പെട്ടവരെ, കൊട്ട പോലെയുള്ള പ്രശ്നങ്ങളും ചുമന്നുകൊണ്ടായിരിക്കാം ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ ഉത്തരം ലഭിക്കാത്ത 100 ചോദ്യങ്ങളുമായിട്ടായിരിക്കാം ഞാനും നിങ്ങളും ഇന്നും ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ട് ദൈവമേ ഈ രോഗം ഞാൻ അനുഭവിക്കുന്നു? എന്തുകൊണ്ട് ഈ സാമ്പത്തിക പ്രയാസം ഞാൻ നേരിടുന്നു? എന്തുകൊണ്ട് ഈ വൈതരണിയുടെ നടുവിൽ ഞാൻ പെട്ടിരിക്കുന്നു? എന്താണ് ഈ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത്? എന്റെ തീരുമാനങ്ങളും തീർച്ചകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ പരാജയത്തിൽ ഞാൻ എത്തി? എന്തുകൊണ്ട് ദൈവമേ എനിക്ക് ഉത്തരമില്ല എന്നുള്ള വലിയ ചോദ്യത്തിന്റെ കൂമ്പാരവുമായിട്ടായിരിക്കാം ഒന്ന് രാത്രി ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നത്. Maybe you may have with a lot of questions. You may have come here and listened to my word this evening with the burden of the questions. Lord, why is it happening to me? Why are you not answering? Why these difficulties to my life? I am a servant of God. I serve you. I love you. But Lord, why am I getting into worse of situations? You may be having that bundle of questions in your hand. And it says that the psalmist has gone to the presence of God. And when he went to the presence of God, he got the answers. I just would love to tell you the 5 answers that he has got when he went to the presence of God. ഈ പ്രശ്നവും ചുമന്നുകൊണ്ട് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ പാടിക്കൊണ്ടിരിക്കുന്നതായ ദൈവഭക്തന്മാരുടെ പാട്ടിൽ നിന്ന് സങ്കീർത്തനക്കാരന് കേട്ട ഉത്തരങ്ങളെ കുറിച്ച് 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ആ 5 കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഈ സങ്കീർത്തനക്കാരൻ എഴുതിയ, ആസാഫ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
when he carried his burdens and questions and went to the temple, he heard the song that is resounding over there. In that song, he had the answers for all the questions that he has. And when he came home, being a desperate person, went to the temple, and being an encouraged, recharged person, came home, and he wrote a beautiful psalm. That is what Psalm 73 is. നിരാശനായി, പരാജിതനായി, ചോദ്യങ്ങളുടെ കൂമ്പാരവുമായി ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന ഈ ആസാഫ് ദൈവത്തിൽ നിന്ന് മനോഹരമായ ഉത്തരം പ്രാപിച്ച് ഓടിത്തുള്ളി വീട്ടിൽ വന്ന് എഴുതി വെച്ച ഒരു സങ്കീർത്തനമാണ് 73-ാം സങ്കീർത്തനം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവസാനത്തെ വാക്യത്തിൽ നിന്ന് അത് ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയാം. 17-ാം വാക്യത്തിൽ താൻ അവിടെ ചെന്നതായിട്ട് പറയുക. 18-ാം വാക്യം മുതൽ അതിന്റെ അവസാനത്തെ വാക്യം വരെ 5 കാര്യങ്ങൾ താൻ കേട്ടു. ഞാനത് വായിക്കുന്നില്ല, സമയക്കുറവ് കൊണ്ട് അത് വായിക്കുന്നില്ല. അത് ഞാൻ അങ്ങ് പറയാം, നിങ്ങൾ വായിച്ചാൽ മതി. The first thing is, he understood that the evil and the problem and the difficulty and the sort of issues that I face today are temporary. That is not permanent. ഞാൻ നേരിടുന്നതായ പ്രശ്നങ്ങൾ, വൈതരണികൾ, ബുദ്ധിമുട്ടുകൾ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഇത് ശാശ്വതമല്ല. ഇത് കേവലം താൽക്കാലികമായ നിമിഷങ്ങളിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന കർത്താവിന്റെ ദാസനായ പൗലോസ് പറയുകയാണല്ലോ, ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. The problems that you and me face today probably would appear to us big problem, which I cannot handle. But my beloved ones, the answer that he got is, when he went to the presence of God, he came to know the fact that my problem is a momentary problem. It is a lighter problem. It is for only temporary time. It is not a permanent problem at all. How could he say that? The pandemic that you and me go through today is a simple problem, temporary problem, momentary problem. Are you mad to say that? Probably that may be the question that you would ask. My beloved brothers, let me tell you, when you go to the presence of God, the pandemic that we see here today, where men do not have an answer, medical science do not have an answer, today the politicians do not have an answer, the intellectual people of the world do not have an answer. But in front of my God, this is not a problem at all. In front of my God, it's only a momentary problem. It will slip away. It will go away. And the analogy that he used over there is very interesting. There it says that in verse 20, ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. രാത്രിയിൽ കാണുന്ന സ്വപ്നം പോലെയാണ് ഈ പ്രശ്നങ്ങൾ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈ ഒന്ന് പൊങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ ഇതിവിടെ അവസാനിക്കും. എന്റെ കർത്താവിന്റെ കരം പൊങ്ങിയാൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇതിനെതിരെ നീട്ടിയാൽ, ഞാനും നിങ്ങളും ഇന്ന് നേരിടുന്നതായ പ്രശ്നം എത്ര വൈതരണിയുള്ളതായിരുന്നാലും രാത്രിയിലെ സ്വപ്നം പോലെ അവസാനിക്കാനുള്ളതേ ഉള്ളൂ ഈ പ്രശ്നം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ ചെന്നാൽ ഒന്നത്തെ ഉത്തരം എന്താണെന്നറിയാമോ? പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മോനെ, പ്രിയ മോളെ, നിന്റെ പ്രശ്നം താൽക്കാലികമാണ്. എന്റെ കരത്തിന്റെ മുമ്പിൽ അത് നിഷ്പ്രഭമാകുന്നതാണ്. It is not a great problem at all. It is going to be temporary. It is a very light problem. It is going to go away the way that it has come. It's not an interesting thing for us. That is the first answer. He got it. Second thing is, 21-ാം വാക്യം 22-ാം വാക്യം വായിച്ചാൽ വളരെ മനോഹരമായിട്ട് താൻ രണ്ടാമത്തെ ഉത്തരം പറയുക. ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. He realized how senseless he was. ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ആസാഫിന് ഒരു കാര്യം മനസ്സിലായി. അവിടുത്തെ പാട്ടുകാർ പാടുന്ന കേട്ടപ്പോൾ മനസ്സിലായി, എടാ ഞാൻ എന്തൊരു മണ്ടൻ, ഞാനൊരു കേവലം ബുദ്ധിഹീനനായ മൃഗം പോലെയല്ലേ. ഈ ദൈവം നല്ലവനാണെന്ന് വിശ്വസിച്ചിട്ട്
എനിക്ക് ഈ ദുഷ്ടതയൊക്കെ കണ്ടപ്പം, ഈ പ്രശ്നം കണ്ടപ്പം, ഈ കോവിഡ് കണ്ടപ്പം, ഈ ജീവിതത്തിന്റെ ജോലിയുടെ പ്രയാസം കണ്ടപ്പോൾ, രോഗം കണ്ടപ്പം ഞാൻ ദൈവത്തെ അങ്ങ് സംശയിച്ചു. ഞാനൊരു പൊട്ടനാണല്ലോ, ഞാനൊരു കേവലനായ ഒരു മൃഗതുല്യനായ മനുഷ്യനാണല്ലോ. എന്റെ മുമ്പിൽ വന്ന വൈതരണിയുടെയും പ്രശ്നത്തിന്റെയും പ്രയാസത്തിന്റെയും നടുവിൽ ഞാൻ ദൈവത്തെ സംശയിച്ചു പോയല്ലോ, ഞാൻ എന്തൊരു മൂഢനാ എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. The second thing is he came to a deep realization of his guilt. He understood that I wouldn't have been doing that. When I have gone through tough times of life, I have doubted my God. It is such a terrible situation where I shouldn't have done that. I am such a kind of a senseless animal type of a person. See the deep realization that he has. നമ്മളുടെ പ്രശ്നങ്ങളും ചുമന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നാൽ നമുക്ക് അവിടെ മനസ്സിലാകും, കർത്താവേ, എന്റെ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ ഒരു അബദ്ധമായി പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ വാ വിളിക്കാൻ പോലും പാടില്ലായിരുന്നു. ഇതൊന്നുമല്ലല്ലോ കർത്താവേ, നിന്നെ സംശയിച്ചു പോയല്ലോ എന്ന് എനിക്ക് നിങ്ങൾക്കും പറയുവാനിടയായി. That is the second answer he got it. Third one, മൂന്നാമത്തേത് 23 24 വാക്യം വായിച്ചാൽ അവന് വലിയൊരു എൻകറേജ്മെന്റ് അവിടെ കിട്ടി. ആ ദേവാലയത്തിലെ പാട്ട് ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ അവന് സച്ച് ആൻ എൻകറേജ്മെന്റ് he got it. That is says, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഞാനിങ്ങനെ ദൈവമേ നിന്നെയൊക്കെ സംശയിച്ചെങ്കിലും, ദൈവമേ നിന്നെ ഞാൻ സംശയിച്ചെങ്കിലും നീ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. എങ്കിലും അയ്യോ ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടും നീ എന്നെ മറന്നു കളഞ്ഞില്ല. നമ്മൾ എത്ര സമയം ദൈവത്തെ സംശയിച്ചിട്ടുണ്ട്, എത്രയോ സമയം ദൈവത്തോട് നാം മറുതലിപ്പ് കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും ദൈവം നമ്മളെ ഉപേക്ഷിച്ചില്ല. പിന്നെയോ അവൻ നമ്മോട് ചേർന്നിരുന്നെന്ന് മാത്രമല്ല, അവൻ എന്റെ വലം കൈക്ക് പിടിച്ചു, അവൻ എനിക്ക് ആലോചന പറഞ്ഞു തന്നു, എന്നെ ഈ ഭൂമിയിൽ ജയോത്സവമായി നടത്തി. Such an encouragement that he got it. Lord, even though I was a senseless person, I tried to desert you, doubt you, but you still was holding on my hands. You was still been very near to me, and you are counseling me. And it says that you have led me skillfully. And also he puts one more word that he says that you will take me to glory. എനിക്ക് ഇവിടുത്തെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ മനോഹരമായ ഒരു നാട്ടിലേക്ക് നീ എന്നെ കൊണ്ടുപോവുകയും കൂടെ ചെയ്യും. There is a reference for that verse. Probably we think that it is a reference to the eternal heaven. It also has a reference to the temporary blessing that you and me are receiving here. ഇവിടെ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ തന്നെ പരിഹാരം തന്ന് സ്വർഗത്തിലെ മനോഹര നാട്ടിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം എന്നുള്ളത് അവിടെ ചെന്നപ്പോ കേട്ടു. അപ്പൊ അവനത് വലിയ സന്തോഷമായി. 4-ാമത്തെ 5-ാമത്തെ കാര്യങ്ങളുടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, എന്റെ സമയം അവസാനിക്കുന്നുവല്ലോ. 25 26 വാക്യത്തിൽ in verse 25 he says, who I have on earth, who I have on heaven. The fourth answer I got it is that I am not an orphan. I have someone here on this earth. ഞാൻ ഇവിടെ ഒരു അനാഥനല്ല, എനിക്കിവിടെ ആരുമില്ലാത്തവനല്ല, ഞാൻ ആരോരുമില്ലാത്തവനല്ല ഇവിടെ. പിന്നെയോ എനിക്ക് സ്വർഗത്തിൽ ഒരു ഉത്തരവാദിയുണ്ട്, ഭൂമിയിലും ഒരു ഉത്തരവാദിയുണ്ട്. ഞാൻ ഇവിടെ അന്യനല്ല. It was a confidence and a strength that the psalmist has got it. അവൻ പറയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, നീ എന്റെ ആശ്രയമാണ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അവിടെ എന്താ പറയുന്ന? എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. എന്ന് പറഞ്ഞാൽ ഞാനിതൊക്കെ പറയാ, കർത്താവേ നീയാണ് എനിക്ക് ഭൂമിയിലുള്ളത്, നീയാണ് എനിക്ക് സ്വർഗത്തിലുള്ളതെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ എന്റെ ഹൃദയം ഉരുകിപ്പോവുക, എന്റെ മാംസം ഉരുകുക. എന്ന് പറഞ്ഞാൽ അതിസമ്മിശ്രമായ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നത്. എല്ലാം നല്ലതായി, ഒരു പ്രശ്നവുമില്ല, സന്തോഷകരമായിട്ടിരിക്കുമ്പോൾ പറയുക, ഓ സ്വർഗത്തിൽ എനിക്ക് ദൈവമുണ്ട്, ഭൂമിയിൽ എനിക്ക് ദൈവമുണ്ട്, ഞാൻ അനാഥനല്ല. ഇതൊക്കെ പറയാൻ എല്ലാവർക്കും പറ്റും. സങ്കീർത്തനകാരൻ പറയുകയാണല്ല, ഞാൻ തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ പോവുകയാണ്, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ അനാഥനല്ല,
എന്റെ ദൈവം എന്റെ അവകാശിയാണ്, സ്വർഗത്തിലും ഭൂമിയിലും അവൻ എന്റെ ആശ്രയമാണ്. The psalmist is saying that I'm going through tough times of life, but I know one thing sure, that I have a person, I am not at all an orphan. Let me come to the last one. And the final one that we see in verse 27, he says that anyone who distorts God, God will deny. Anyone who deny God, the Lord will desert him. Anyone who draw near to God, the Lord will make him to declare his goodness. ദൈവത്തെ നിഷേധിക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കും. ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നവരെ കൊണ്ട് ദൈവം ചിലതൊക്കെ പ്രസ്താവിപ്പിക്കും. അവസാനത്തെ വാക്യം എന്താ വായിക്കുന്നത്? എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ നിന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും വർണ്ണിക്കും. ഇത് പറഞ്ഞേച്ചാണ് ആസാഫ് ഓടിയത് വീട്ടിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്ന സങ്കീർത്തനം വീട്ടിൽ പോയിരുന്ന് എഴുതിയതാണെന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ദൈവത്തോട് അടുത്ത് ചെന്നപ്പോൾ അവന്റെ സംശയമെല്ലാം മാറി, പരാധീനതകൾ മാറി, പ്രയാസങ്ങൾ മാറി. പക്ഷെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല, അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവന്റെ ചോദ്യത്തിനെല്ലാം ഉത്തരം കിട്ടി. അവസാനം അവൻ പറയുക, ഇറ്റ് ഈസ് ഗുഡ് ഫോർ മീ ടു ഡ്രോ നിയർ ടു ഗോഡ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പ്രയാസപൂർണമായ വൈഷമ്യങ്ങൾ നിറഞ്ഞതായ ജീവിത സമ്മർദ്ദങ്ങളുടെ നടുവിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള അവസാനത്തെ ആലോചന എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു ആൻഡ് മീ ടു ഡ്രോ നിയർ ടു ഗോഡ്. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ, സമയം അവസാനിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, when we are going through tough times of life, of course on this earth which belongs to the Lord, we belong to God, and God has given this earth to us, and the earth has problems, and we are supposed to live by faith. When we live with faith, we have challenges, and that challenges will lead us to difficulties and sorts of questions. And when we draw near to God with our questions, he gives the answers. He says your problems are temporary. You are a senseless man to think on that line. You are an encouragement, because even when you think bad about me, I'm holding your hand. And he says the fourth thing that he said over there is that, when your flesh is melting, you are somewhere on heaven and you have somebody else on earth. And the final thing is, it is good for you to draw to God, because if you deny God, you will be deserted. If you draw near to God, you will be made to declare his mercies. You will sing. Asaph, a doubtful person, became a singer. And that is the first word that he wrote in verse 1 of 73, where he says, God is good. Of course he is good. Surely he is good. And he is good for everyone who is pure in heart. ഹൃദയ പരമാർത്ഥികൾക്ക് നല്ലവനായ ഒരു ദൈവം എന്ന് പാടി ആനന്ദിക്കുന്ന ആസാഫിനെ ഇവിടെ നാം കണ്ടു. ഈ വാക്കുകൾ നമുക്ക് പ്രയോജനകരമാകട്ടെ. എന്റെ വാക്കുകൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടും. ഇന്ന് രാത്രികാലം കേൾപ്പിച്ച ആലോചനയ്ക്ക് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം ദൈവം എന്നോട് സംസാരിച്ചത് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും? ദൈവം എന്നോടാണ് സംസാരിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. മിക്കവാറുള്ള ആൾക്കാരോടെല്ലാം ഇന്ന് രാത്രികാലം ദൈവം സംസാരിച്ചു. ദൈവമാണ് കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ അയച്ചത്. ജീവിത ഭാരങ്ങള്, ടെൻഷനുകള്, പ്രയാസങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, ഞെരുക്കങ്ങള് എല്ലാം ഉള്ള ഈ സാഹചര്യത്തിൽ പലപ്പോഴും അധൈര്യപ്പെട്ടു പോയ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞ വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ ഒരു ബലമായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ പിന്നെയും ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്തെ അറിയിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷകളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഈ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ ബലത്തോടെ നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവൻ സ്തോത്രം ചാൾസ് സ്കറിയ ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹായിക്കുന്നതായിരിക്കും.
Let's pray. Oh Lord, Heavenly Father, we thank you for this wonderful evening time to praise you, Lord. Throughout this night, you gave us beautiful messages, Lord. Thank you for blessing the pastor, Lord, helping us to grow in your grace, in thy knowledge day by day, Lord. Lord, we submit all the church members and the friends and relatives who has gathered here to hear your words and praise and worship your name, Lord. Bless them, Lord. Let them be all blessed in your name, Lord. Lord, we pray for all the people who is going under medication, Lord. Send your angels to guard over them, Lord. Let them be healed in your name, Lord. Let them testify and say that the Lord is good and then done miracles in their lives, Lord. Lord, we submit everything in your name, Lord. We submit the messages that has been heard to us, Lord. Lord, let it be a blessing to us and let us be into that so that we'll be blessed in every sense, Lord. We submit every pastors and every missionaries that is happening in around the world, Lord. Bless them, Lord, wherever they go with your words, Lord. Every prayer request which has been submitted to you, Lord, let miracles happen and say that the Lord is good and done miracles in our lives, Lord. We once again submit everything in your name, Lord. In Jesus' mighty name we pray. Amen. ആർക്കെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് അവസാനമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക്